ഹായ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ടയറാണ് കേട്ടോ. ടയറൊക്കെ ആവശ്യമുള്ള സാധനം, ഒന്ന് കോപ്പർ വയർ ആവശ്യമുണ്ട്. നല്ല തിന്നായിട്ടുള്ള കോപ്പർ വയർ എടുക്കുക. അതുപോലെ തന്നെ ബീഡ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിതാ 1.5 മീറ്ററിൽ കോപ്പർ വയർ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1.5 മീറ്ററിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡിൽ, ഞാൻ ഈ കാണിക്കുന്ന ഒരു മെത്തേഡിൽ ഒരു 10 സെൻറ്റിമീറ്ററിലുള്ള ടയറേ കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനനുസരിച്ചിട്ട് കോപ്പർ വയറിൻ്റെ ലെങ്ത്ത് കൂട്ടുക, അല്ലെങ്കിൽ ഡിസൈൻ മാറ്റുന്നതനുസരിച്ചിട്ട് എന്താവും, അതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഏറ്റവും അറ്റഭാഗം, ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു റൗണ്ട് പോലെ ഇങ്ങനെ ഇട്ട് ചുറ്റി കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡ് വെച്ചിട്ട് പിൻ ചെയ്യാനും പറ്റും കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഇതുണ്ടാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ബീഡ്സ് ആഡ് ചെയ്യാം. ഞാൻ 4mm ബീഡ്സിലായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സ് ആഡ് ചെയ്യാം. അത് ഞാൻ ആദ്യം ഒരുപാട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യുന്നതനുസരിച്ച് ഓരോന്ന് ഇട്ടാലും മതി. ഞാൻ ഒന്നുകൂടി ഈസി ആകാൻ വേണ്ടിയിട്ട് കുറച്ചധികം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അറ്റത്തേക്ക് എത്തിച്ച് കൊടുക്കാം കേട്ടോ. ഈ ബീഡ്സൊക്കെ അറ്റത്തേക്ക് എത്തിച്ച് കൊടുക്കാം. നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ചൊരു ഡിസ്റ്റൻസ് വെച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യുക, ഒന്ന് കൈ വെച്ചിട്ട് തിരിച്ചു കൊടുക്കുക. കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൈ വെച്ചിട്ട് തിരിച്ചു കൊടുക്കുക. ഒരുപാട് തിരിച്ചാൽ എന്താവും, ഇത് ചിലപ്പം പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരുപാട് തിരിക്കാണ്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് തിരിച്ചിട്ട് വെച്ചെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് 2-3 ബീഡ്സൊക്കെ വെച്ചിട്ടും തിരിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതേ ഡിസ്റ്റൻസ് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സൈഡും തിരിച്ചു കൊടുക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് രണ്ടും കൂടെ ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ്. 2 വയറും കൂടെ എടുത്തിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു മുത്ത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇതാ അടുത്തത് ഇതുപോലെ എന്ത് ചെയ്യുക, അതേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസൊക്കെ മാറ്റിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഡിസ്റ്റൻസ് കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഒരുപാട് തിരിച്ചാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് അങ്ങ് തിരിക്കേണ്ട, കുറച്ച് തിരിച്ചു കൊടുക്കുക. ഇതുപോലെ ഞാൻ ഈ ഒരു സൈഡിലും ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിസൈൻ ചെയ്യാം കേട്ടോ. നമുക്കൊരു ആൾട്ടർനേറ്റീവ് കളേഴ്സായിട്ട്, അതായത് ഒന്ന് ഗോൾഡൻ, വൈറ്റ്, അതുപോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ വേറെ ബീഡ്സൊക്കെ വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ 3 ബീഡ്സ് വെക്കുക, പിന്നെ ഒരു ബീഡ്സ് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതിൻ്റെ അടിഭാഗത്ത് ഇതാ വീണ്ടും ഞാൻ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഇതാ അടുത്ത മുത്ത് ഇതേ സെയിം മെത്തേഡിലാട്ടോ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്താ ചെയ്യുക, ഇതിൻ്റെ ചേഞ്ചസ് വരുത്താട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഇതാ ഇവിടെ ഞാൻ ട്വിസ്റ്റ് ചെയ്ത് ഇതുപോലെ തന്നെ മറ്റേ സൈഡും ട്വിസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതാ ഞാൻ ഏകദേശം ഇത്ര ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോപ്പർ വയറേ ബാക്കിയുള്ളൂ കേട്ടോ. ഓക്കെ, ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കി ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അതുപോലെ ഞാൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 10 സെൻറ്റിമീറ്റർ ലെങ്ത്താണ് നമുക്ക് കിട്ടിയത്. അതായത് 1.5 മീറ്റർ കോപ്പർ വയർ എടുത്തിട്ട് 10 മീറ്റർ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം, അതായത് ഇതിൻ്റെ അറ്റഭാഗം ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ചെറിയൊരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം വെച്ചിട്ട് നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ ചെറിയൊരു ഹോൾസ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നൊന്ന് കണക്ട് ചെയ്യാം. നമ്മൾ സ്ലൈഡ് വെച്ചിട്ട് അത് നമ്മളുടെ ഹെയറിലേക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് പിൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ചെറിയ പീസുള്ളത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. നമ്മൾ ഈ ഒരു ടയർ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം. ഇത്